ലൈറ്റ് ഒന്ന് ഓണാക്കാവോ? ദാ ഈ ഒരു സൈസ് ഫുള്ള് സ്ട്രെച്ച് സീൽ ചെയ്തിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി മൈൻഡുമായിട്ട് കണക്ഷൻ ആണ്. ആ മെഡിസിൻ ഡോക്ടർ കൊടുക്കുന്ന മെഡിസിൻ ആ രോഗിക്ക് എഫക്ട് ചെയ്യണമെങ്കിൽ ആ ഡോക്ടറോട് ഒരു വിശ്വാസവും അല്ല മൈൻഡ്, എന്റെ വിശ്വാസം പോസിറ്റീവ് ആയിരിക്കണം. പല ക്യാൻസർ പോലുള്ള രോഗങ്ങളിലും നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നത് മൈൻഡാണ്, വിശ്വാസമാണ്. റൂം ഫുള്ള് ചെയ്തിരിക്കുന്ന സ്ട്രെച്ച് സീലിംഗ് നമുക്ക് കാണാം. ലൈറ്റ് ഒന്ന് ഓണാക്കാവോ? ദാ ഈ ഒരു സൈസ് ഫുള്ള് സ്ട്രെച്ച് സീൽ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ കളർ മാറ്റാം. കളർ ചേഞ്ച് ചെയ്തേ. ഇതേത് RGB കോമ്പിനേഷൻ ആണോ? ഇത് വന്നിട്ട് ട്യൂണബിൾ ആണ്. ട്യൂണബിൾ ഇൻ ദി സെൻസ് 3000K to 10,000K. ട്യൂണബിൾ എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ട്യൂണബിൾ. നമ്മൾ 3000 മുതൽ 10000 വരെ കണ്ടല്ലോ. 3000 കെൽവിൻ തൊട്ട് 10000 കെൽവിൻ വരെ ട്യൂൺ ചെയ്യാവുന്ന ലൈറ്റ് ആണ്. അതായത് വാം തൊട്ട് കൂൾ വെയിറ്റ് വരെ അല്ലേ? കൂൾ വെയിറ്റ് വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കും. ഇത് വാം അല്ലേ? ഇപ്പൊ നിൽക്കുന്നത് വാം ഷെയ്ഡിലാണ്. നല്ല പ്ലസന്റ് കളറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് വാം. വൈറ്റിലേക്ക് മാറ്റാം. വൈറ്റിലേക്ക് വരുമ്പോൾ ഇതൊരു 3000K to 4,000K ഒരു ട്രാൻസിഷൻ ഉണ്ട് ലൈറ്റ്. പല പ്രീമിയം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ചൂസ് ചെയ്യാറുണ്ട്. അവർ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് അതായത് 5,000K എന്ന് പറയും. പലരും പുറത്ത് ഈ LED കളർ കിട്ടുകയാണെങ്കിൽ തന്നെ നല്ല കോസ്റ്റ്ലി ആണ്. അപ്പൊ ഈ 5,000K എന്ന് പറയുന്ന ഒരു മോഡലിലോട്ട് പലപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രീമിയം എന്തെങ്കിലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഒരു ഗോൾഡൻ ഒരു ബ്രൈറ്റ്നെസ് അതിനോട് വന്നിട്ട് അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കിട്ടും. CRI ഇൻഡെക്സിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ലൈറ്റില് ആ ഒരു ഒബ്ജക്റ്റ്, സൺലൈറ്റില് ആ ഒരു ഒബ്ജക്റ്റ് എങ്ങനെ അതിന്റെ കളറിനെ കാണുന്നു, അതേപോലെ ഈ ലൈറ്റിന്റെ സൺലൈറ്റിൽ കാണുന്ന അതേ. മനസ്സിലായി. പലപ്പോഴും ആൾക്കാർക്ക് പറയുന്നുണ്ട് ഈ ലൈറ്റിൽ കണ്ട സാധനം പുറത്ത് കാണുമ്പോൾ കളർ വ്യത്യാസമുണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സൺലൈറ്റിന്റെ ഈ ഒരു കളർ റെൻഡറിംഗ് ഇൻഡെക്സ്, CRI കളർ റെൻഡറിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഇൻഡെക്സ് പ്രോപ്പർട്ടി ഏറ്റവും കൂടിയ LED ആണ് ഇതിനകത്ത് വരുന്നത്. ഓസ്ട്രാമിന്റെ പോലെയുള്ള ഹയർ പ്രൊഫൈലുള്ള LEDs ആണ് വരുന്നത്. നമ്മൾ സൺലൈറ്റിൽ എങ്ങനെ കാണുമ്പോൾ അതേപോലെ തന്നെ ഇതിനകത്ത് ലൈറ്റിന്റെ അണ്ടറിൽ വരുമ്പോൾ ഓബ്ജക്റ്റ് എല്ലാം നമുക്ക് കാണാം. അതൊരു പ്രത്യേകതയാണ്. പിന്നീട് ഈ ട്യൂണബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ, ഈ ട്യൂണബിൾ ഓപ്ഷൻസ് നമുക്ക് ഇപ്പൊ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇത് ജസ്റ്റ് ട്യൂണബിളിലോട്ട് പോകുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു ബ്ലൂ കളർ അല്ലേ? നമ്മളിങ്ങനെ ആക്റ്റീവ് ആയിട്ടിരിക്കണം. അത് മറ്റൊരു മൈൻഡിലോട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പറ്റുന്നത് ഒരു മാമാണെങ്കിൽ നമ്മൾ ആക്റ്റീവ് ഈ ഒരു കളറില് കൂടുതലും നമ്മുടെ മൈൻഡ് സെറ്റിന് നമുക്ക് അതിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ലൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയും. മൈൻഡ് വളരെ ഇമ്പോർട്ടന്റ്. ഇലക്ട്രിസിറ്റി മൈൻഡുമായിട്ട് കണക്ഷൻ ആണ്. കാരണം നമുക്ക് എന്താണോ വേണ്ടത്, ഒരു ലൈറ്റ് തെളിക്കണമെങ്കിൽ അങ്ങോട്ട് ഇലക്ട്രിസിറ്റി എത്തണം. അതുപോലെ നമുക്കൊരു ലക്ഷ്യം നേടണമെങ്കിൽ നമ്മുടെ മൈൻഡും ആ ലക്ഷ്യത്തിൽ എത്തണം. അങ്ങോട്ട് എനർജി കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് നേടാൻ പറ്റുള്ളൂ. പലപ്പോഴും അതിൽ നിന്ന് വിട്ടുപോകാൻ കാരണം ലക്ഷ്യത്തിലേക്കുള്ള ആ കണക്ഷൻ മൈൻഡുമായിട്ട് ഡിസ്കണക്ട് ആകുന്നുണ്ട്. അപ്പൊ ഈ സൈക്കിൾ കറക്റ്റ് ആണെങ്കിൽ ഞാൻ ഇലക്ട്രിസിറ്റിയോടൊപ്പം തന്നെ ഈ ലൈറ്റും നമ്മുടെ മൈൻഡും എല്ലാം കൂടെ ഒന്നിച്ച് ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ട് ആകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് ആണ് ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വന്നിരിക്കുന്നത് ട്യൂണബിൾ. ഇതിന് വേറൊരു പ്രത്യേകത, ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനോടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡിമ്മബിളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് ആ ഒരു ചില സമയങ്ങളിലൊക്കെ നമുക്ക് അത്രയും ലൈറ്റ് വേണ്ടാത്തൊരവസ്ഥയിൽ ഇപ്പൊ ഇത് പിക്ചർ ആണല്ലേ, നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ അല്ലേ? അപ്പൊ ഏതാണ്ട് ഈ റൂമിന്റെ ഫുൾ സീലിംഗ് ഏരിയ ഈ ലൈറ്റ് ആയിട്ട് അല്ലെ? ഇത് എത്ര വാട്ട് കൺസ്യൂം ചെയ്യും? ഇത് ഓൾമോസ്റ്റ് ഒരു 500 വാട്ട്സ് അടുത്ത് ഇതിന് വരുന്നുണ്ട്. ഫുള്ള് ഇടുവാണെങ്കിൽ ഡിമ്മി ചെയ്യുകയാണെങ്കിൽ അതൊരു 100 വാട്ട്സിൽ താഴെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? 100 to 1000 വാട്ട്സ് വരെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ വരുമ്പോഴും അതേപോലെ തന്നെ. ഇത് പക്ഷേ ട്യൂണബിൾ അല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, പെർമനന്റ് ഒറ്റ കളർ അല്ലേ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളോ ലോഗോയോ ഇഷ്ടപ്പെട്ട ലോഗോ അല്ലെങ്കിൽ മെസ്സേജ് നമ്മുടെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെസ്സേജ് ആൾക്കാർ കൊടുക്കണം. ഈ മറ്റേ LED ഹോർഡിങ്സ് പോലെ തന്നെ ഇതും വർക്ക് ചെയ്യും. പക്ഷെ ഇതിന് വെളിച്ചമുണ്ട്, മറ്റേ ഹോർഡിങ്സിന് വെളിച്ചമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു മോട്ടിവേഷണൽ കോട്ട്സ് നമ്മുടെ ഒരു മെസ്സേജോ വിഷൻ ഒക്കെ ഇടാൻ ഓഫീസിന്റെ മീറ്റിംഗ് റൂംസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസിൽ വരുമ്പോഴത്തേക്ക് അതിന് മേലിൽ നമ്മൾ പർട്ടിക്കുലർ എംപ്ലോയീസിനെ എല്ലാം എഴുതി കാര്യം എല്ലാം പറയുന്ന സമയത്ത് ഈ മെസ്സേജ് നമ്മുടെ ഈ വിഷൻ അല്ലെങ്കിൽ ഒരു പോളിസി എന്ന് പറയുന്ന പോലെ അതിനകത്ത് സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ആൾക്കാരിലോട്ട് പെട്ടെന്ന് മൈൻഡ് സെറ്റിൽ എപ്പോഴും
ഏറ്റുവെക്കാനും അതെല്ലാം ഓർത്തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു മെസ്സേജ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹോസ്പിറ്റൽസ് ഒരു നല്ല എൻക്വയറീസ് വരുന്ന ഒരു മേഖലയാണ്. അവർക്ക് ആ രോഗിയുടെ മൈൻഡ് സെറ്റ് നമുക്കറിയില്ല. നമുക്ക് ഏത് സമയത്തും നമ്മളുടെ എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്നുള്ളതും നമ്മളൊരു MRI സ്കാനിലോട്ട് ചെന്ന് കയറുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന കുറച്ച് വികാരങ്ങളുണ്ട്. അതിന് നമ്മൾ അത് ഹോസ്പിറ്റൽസ് അവർ പറയുന്നത്, ഡോക്ടേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും പറയുന്നത്, ഇവിടെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവർ ഈ ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് കയറി കഴിയുമ്പോൾ അവർ മൈൻഡ് മാറിയാൽ പകുതി രോഗം മാറിയെന്ന ആ മെഡിസിൻ ഡോക്ടർ കൊടുക്കുന്ന മെഡിസിൻ ആ രോഗിക്ക് അഫക്ട് ചെയ്യണമെങ്കിൽ ആ ഡോക്ടറോട് ഒരു വിശ്വാസവും അല്ല മൈൻഡ് എന്റെ വിശ്വാസം പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ആ ലൈറ്റിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ നമ്മൾ കൂടുതലും ഗ്രാഫിക്സ് അവർ ആവശ്യപ്പെടുന്നത് പ്ലസന്റ് സ്കൈ ആകാശം നല്ല പ്ലസന്റ് ആയിട്ടിരിക്കുന്ന ഒരു ആകാശത്തിന്റെ ഫീല് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അവർക്ക് അതിനകത്തോട്ട് ഈ രോഗം എന്നുള്ളൊരു ചിന്തയിൽ മാറി പോസിറ്റീവ്. പല ക്യാൻസർ പോലുള്ള രോഗങ്ങളിലും നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്നത് മൈൻഡാണ്, വിശ്വാസമാണ്. അങ്ങനെയുള്ളവര് കൂടുതലും ഇങ്ങനെയുള്ള ഒരു പ്ലസന്റ് തീംസ് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് വലിയൊരു ഏരിയ ആണ് ലൈറ്റിംഗ് പറഞ്ഞ മൈൻഡുമായിട്ട്. അപ്പൊ എന്തായാലും നന്ദി, നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് പരമാവധി ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എല്ലാവരും അറിയട്ടെ. അപ്പൊ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രൊജക്റ്റിൽ എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ജയേഷുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.